ഹലോ എവരിവൺ, AC കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ബന്ധമാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആർ ടു ഇന്റഗ്രൽ ബ്രാഞ്ചസ് ഓഫ് ദി അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം വിത്തിൻ എനി ബിസിനസ് ഓർഗനൈസേഷൻ. Financial accounting and management accounting are two integral branches of the accounting information system within any business organization. അതായത് ഏതൊരു ബിസിനസ് സ്ഥാപനം ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ രണ്ട് പ്രധാന ബ്രാഞ്ചുകളാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും. ഏതൊരു ബിസിനസ് സ്ഥാപനം ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചുകളാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും. Financial accounting is primarily concerned with the systematic recording of the day-to-day financial transactions of a business. Financial accounting is primarily concerned with the systematic recording of the day-to-day financial transactions of a business. അതായത് സാമ്പത്തിക അക്കൗണ്ടിങ്, അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രധാനമായും ഒരു സ്ഥാപനത്തിന്റെ ദിവസേന നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ക്രമാബദ്ധമായി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രധാനമായും ഒരു സ്ഥാപനത്തിന്റെ ഡേ ടു ഡേ ദിവസേന നടക്കുന്ന ഫിനാൻഷ്യൽ ഇടപാടുകൾ ക്രമാബദ്ധമായി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. These transactions are categorized according to their nature and recorded to determine the profit or loss of the organization for a specific period. These transactions are categorized according to their nature are recorded to determine the profit or loss of the organization for a specific period. ഈ ഇടപാടുകൾ, അതായത് ഈ ട്രാൻസാക്ഷനുകൾ അവയുടെ നേച്ചർ, സ്വഭാവം അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുകയും വർഗീകരിക്കപ്പെടുകയും ഒരു നിശ്ചിത കാലയളവില് സ്ഥാപനത്തിന് പ്രോഫിറ്റോ ലോസോ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ട്രാൻസാക്ഷനുകള് അവയുടെ നേച്ചർ അനുസരിച്ച് വർഗീകരിക്കപ്പെടുകയും ഒരു നിശ്ചിത കാലയളവില് സ്ഥാപനത്തിന് ലാഭമോ നഷ്ടമോ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. It also helps in evaluating the financial position of the business on a particular date through the preparation of key financial statements such as the profit and loss account and balance sheet. It also helps in evaluating the financial position of the business on a particular date through the preparation of key financial statements such as the profit and loss account and the balance sheet. കൂടാതെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് പോലുള്ള പ്രധാന ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഒരു നിശ്ചിത തീയതിയിൽ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടുകളും ബാലൻസ് ഷീറ്റ് പോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഒരു നിശ്ചിത തീയതിയിൽ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. On the other hand, അതേസമയം management accounting utilizes the information provided by financial accounting along with the additional internal and external data to assist the management in planning, decision making, controlling and policy formulation. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും നൽകുന്ന വിവരങ്ങൾ കൂടാതെ സ്ഥാപനത്തിനകത്തും പുറത്തുമുള്ള അധിക ഡേറ്റയും ഉപയോഗിക്കുന്നുണ്ട്. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും നൽകുന്ന ഇൻഫർമേഷൻ കൂടാതെ സ്ഥാപനത്തിനകത്തും പുറത്തുമുള്ള അധികമായിട്ടുള്ള ഡേറ്റയും ഉപയോഗിക്കുന്നുണ്ട്. ഈ ഇൻഫർമേഷൻ മാനേജ്മെന്റിന് പ്ലാനിങ്, തീരുമാനമെടുക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും നയരൂപീകരിക്കുന്നതിനും എന്നിവര് സഹായിക്കുന്നു. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻഫർമേഷനുള്ള മാനേജ്മെന്റിലൂടെ പ്ലാനിങ്ങും തീരുമാനമെടുക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നതിനും എന്നിവ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നുണ്ട്.
It interprets financial data in a meaningful ways so that the management can take strategic actions for the future growth and the efficiency of the business. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ ഡേറ്റയെ അർത്ഥപൂർണമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിന് മാനേജ്മെന്റിന് ഭാവിയിലെ വളർച്ചയ്ക്കും കാര്യക്ഷമതയ്ക്കും വേണ്ടിയുള്ള തന്ത്രപരമായി സ്ട്രാറ്റജിസ് ആയിട്ടുള്ള നടപടികൾ എടുക്കാൻ സഹായിക്കുന്നു. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ ഡാറ്റയെ മീനിങ് ഫുൾ ആയിട്ടുള്ള, അതായത് അർത്ഥപൂർണമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിന് മാനേജ്മെന്റിന് ഭാവിയിലെ വളർച്ചയ്ക്കും കാര്യക്ഷമതയ്ക്കും വേണ്ടിയുള്ള തന്ത്രപരമായ നടപടികൾ എടുക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. Although the management accounting draws heavily from the data compiled through the financial accounting, it extends beyond it by analyzing and interpreting the data to suit the managerial needs. എന്താ പറയുന്നത്? തങ്ങളുടെ വ്യത്യസ്ത ആവശ്യങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നാലും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുകയും ഏത് സ്ഥാപനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് വളരെ സഹായകരമായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ എന്താ പറയുന്നത്? Although the management accounting draws heavily from the data compiled through financial accounting, it extends beyond it by analyzing and interpreting the data to suit the managerial needs. അതുമാത്രമല്ല, in this sense, management accounting is considered an extension or offshoot of financial accounting. അപ്പൊ എന്താ പറയുന്നത്? തങ്ങളുടെ വ്യത്യസ്ത ആവശ്യങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നാലും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുകയും ഏതൊരു സ്ഥാപനം കാര്യക്ഷമമായി പ്രവർത്തിക്കാനും വളരെ സഹായകരമായിരിക്കും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ അത്രയും പോയിന്റ്സ് മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് മൊത്തം 4 പാരഗ്രാഫോളം വരുന്നുണ്ട്. നമ്മൾ ആ 3 പാരഗ്രാഫ് മാത്രമായിട്ട് എഴുതിയാൽ മതി. മൂന്നാമത്തെ പാരഗ്രാഫിനകത്ത് നമ്പർ സെന്റൻസിങ് അത് അവിടം വരെ നോക്കിയാൽ മതി, പിന്നെയുള്ള സെന്റൻസ് നോക്കണ്ട. ഓക്കെ, അപ്പൊ ഇത് 2 മാർക്കിന് 5 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് റിലേഷൻഷിപ്പ്. ഓക്കെ.